തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാതെ കോൺഗ്രസ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള മത്സരത്തിന് കോൺഗ്രസിൽ കുറവില്ല. രമേശ് ചെന്നിത്തലയും വി സതീശനും തുടങ്ങിവെച്ച അംഗം ഇപ്പോൾ ശശി തരൂരിൽ എത്തി നിൽക്കുകയാണ്. തരൂരിന്റെ അവകാശവാദത്തിൽ നേതൃനിര ഇപ്പോൾ രണ്ട് തട്ടിൽ നിന്നാണ് പ്രതികരിക്കുന്നത്. എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി സതീശനും രണ്ടു വഴിക്കാണ് നീങ്ങുന്നത്. തരൂരിനെ പരമാവധി ചേർത്ത് നിർത്തുന്ന സമീപനമാണ് സുധാകരന്റേത്. എന്നാൽ തരൂരിനോട് അകലം പാലിക്കുകയാണ് സതീശൻ. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ തരൂർ കോൺഗ്രസ് വിട്ടുപോകുമെന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് വേറെ പണിയുണ്ടെന്ന അഭിമുഖമാണ് ചർച്ചകൾക്ക് ആധാരം. തരൂരിനോട് എന്നും പ്രിയം കാട്ടിയിട്ടുള്ള കെ സുധാകരൻ പാർട്ടിയിൽ അവഗണന നേരിടുന്നു എന്ന പരാതി ചർച്ച ചെയ്ത് തീർക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എടുത്തുചാടി പ്രതികരിക്കരുതെന്നും തരൂരിനോട് സുധാകരൻ ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താനാണ് പരമയോഗ്യനെന്ന മട്ടിലുള്ള തരൂരിന്റെ പരാമർശം നേതാക്കളെ ആകെ ഈർഷ്യയിലാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവിനോടുള്ള ചോദ്യത്തിന് പതിവ് പോലെ നോ കമന്റ്സ് എന്ന പ്രതികരണമാണ് വന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തിക്കാട്ടണമെന്ന അഭിപ്രായം ഘടകകക്ഷികൾക്കുണ്ടെന്ന് തരൂർ പറയുമ്പോൾ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്നാണ് RSPയുടെ വിമർശനം. തന്നെ കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വേറെ വഴിയുണ്ടെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിലുള്ളത് രാഷ്ട്രീയ വിരമിക്കലിന് തയ്യാറാകുന്നതാണെന്നും സൂചനയുണ്ട്. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും തരൂർ പിൻവാങ്ങിയാൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകും. തരൂർ എപ്പോൾ വേണമെങ്കിലും തിരുവനന്തപുരം MP സ്ഥാനം രാജിവെക്കുമെന്നും വിലയിരുത്തലുണ്ട്. ദേശീയ തലത്തിൽ തരൂരിന് കൂടുതൽ റോൾ കൊടുക്കണമെന്ന അഭിപ്രായമുള്ള നേതാക്കൾ കോൺഗ്രസിലുണ്ട്. കേന്ദ്രമന്ത്രി, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷസ്ഥാനം, പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം എന്നിവ പാർട്ടി തരൂരിന് നൽകിയിരുന്നു. എന്നിട്ടും തരൂർ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിനാൽ തരൂരിന്റെ കാര്യത്തിൽ പ്രതികരണം വേണ്ടെന്നും തൽക്കാലം അവഗണിക്കാമെന്നുമുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലും സ്വീകാര്യത കണക്കിലെടുത്തുമാണ് മുഖ്യമന്ത്രി സ്ഥാനം തരൂർ ആഗ്രഹിക്കുന്നു. ലോക്സഭാ അംഗവും പ്രവർത്തക സമിതി അംഗവും പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന നേതൃത്വം തരൂരിനെ കാണുന്നത്. ഈ പദവികളെല്ലാം ഉണ്ടെങ്കിലും അർഹമായ റോൾ ഇല്ലെന്നാണ് തരൂർ പറയുന്നത്. വിവാദങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആവശ്യങ്ങളിൽ നിന്ന് തരൂർ അയഞ്ഞു എന്ന് ആരും കരുതുന്നില്ല. അതിനാൽ തന്നെ തരൂരിനെ പരമാവധി അവഗണിക്കുന്ന സമീപനം സ്വീകരിക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. തരൂരിന്റെ നിലപാട് സമ്മർദ്ദതന്ത്രമാണെന്ന് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. തരൂർ പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. എതിരാളികൾക്ക് തരൂർ രാഷ്ട്രീയ ആയുധം നൽകിയെന്നും ഹൈക്കമാൻഡ് കണക്കാക്കുന്നു. തരൂരിന്റെ അഭിപ്രായങ്ങളിൽ ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട്. തരൂരിന്റെ വിമർശനങ്ങളെ പൂർണ്ണമായും അവഗണിക്കാനും തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കോൺഗ്രസ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടെന്നും ഒറ്റക്കെട്ടായി നീങ്ങാനുമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. തരൂരിന്റെ ഈ പരസ്യ പ്രതികരണവും ഇരുതല മൂർച്ചയുള്ള ആയുധമാണെന്ന് കോൺഗ്രസിനും അറിയാം. വികസന നായകൻ എന്ന പ്രതിച്ഛായയുള്ള തരൂരിനെ കൈവിട്ടാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തരൂരിനെ മഹത്വവൽക്കരിച്ച് CPM നേതാക്കൾ എത്തുന്നതെന്നത് ശ്രദ്ധേയമാണ്.